ഹായ് ഫ്രണ്ട്സ്, ഞാൻ CKR. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഒരു ആൻഡ്രോയിഡ് മൊബൈലിൽ 2 വാട്സാപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അതിൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. യൂട്യൂബിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഒരു ആൻഡ്രോയിഡ് മൊബൈലിൽ എത്ര വാട്സാപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ഇതാണ്, 2 ലൈൻ വാട്സാപ്പ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിലും ഇത് വർക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഇത് വർക്ക് ചെയ്യുള്ളൂ. നമുക്കൊന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെൻ്റെ നോർമലി വാട്സാപ്പ്, ഫസ്റ്റ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള വാട്സാപ്പാണ്. ഇനി നമുക്കിത് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് എത്ര വാട്സാപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്ലസ് എന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ. അതിന് ശേഷം നമ്മളുടെ പുതിയ നമ്പർ ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക, മെസ്സേജ് വരും. അത് സാധാ വാട്സാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും പോലെ തന്നെ. അതിന് ശേഷം വീണ്ടും നമുക്ക് വേറൊരു നമ്പർ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ 1, 2, 3 അല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ താഴെയായിട്ട് പ്ലസ് ഇങ്ങനെ ആഡ് മാർക്ക് വരും, അവിടെ ആഡ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എത്ര വാട്സാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ, നിങ്ങളെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളൊരു ഫോൺ റൂട്ട് ചെയ്യണം. റൂട്ട് ചെയ്തതിന് ശേഷം ബിസി ബോക്സ് എന്നൊരു സോഫ്റ്റ്വെയർ കൂടെ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ എത്ര വാട്സാപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, ഈ വാട്സാപ്പ്, ഈ 2 ലൈൻസ് വാട്സാപ്പ് എന്ന സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭ്യമല്ല. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണാം. ബൈ, CKR.